രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുറവിളികൾ പാർട്ടിക്കകത്തും പുറത്തും ശക്തമാണ്. എന്നാൽ അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്നും രാജിവെപ്പിക്കുന്നത് പാർട്ടിക്ക് രാഷ്ട്രീയമായി വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ഈ വിഷയത്തെ പല കോണുകളിൽ നിന്നും പരിശോധിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. BJP ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. 2016-ൽ LDF സ്ഥാനാർത്ഥി VS അച്യുതാനന്ദൻ വിജയിച്ച മണ്ഡലം. 2021-ൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കോൺഗ്രസ് തിരിച്ചുപിടിച്ചത് ചെറിയ ഭൂരിപക്ഷത്തിനാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് നില പരിശോധിച്ചാൽ BJPക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJP വിജയിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വിജയസാധ്യതകളെ ദോഷകരമായി ബാധിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ആയി തുടരാൻ അനുവദിക്കുന്നതാണ് ഉചിതമായ തീരുമാനമെന്ന് പാർട്ടി കരുതുന്നത്. രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമായതിനാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോവുക എന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന വിമർശനം പൊതുസമൂഹത്തിൽ നിന്നും പാർട്ടിക്കുള്ളിൽ നിന്നും ഒരുപോലെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിമർശനം മറികടക്കാൻ രാഹുലിനെതിരെ സംഘടനാ നടപടി സ്വീകരിക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുക എന്നതാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. സസ്പെൻഷൻ ഒരു അച്ചടക്ക നടപടിയാണെങ്കിലും അത് രാഹുലിന്റെ MLA സ്ഥാനത്തെ ബാധിക്കില്ല. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടാലും രാഹുലിന് MLA ആയി തുടരുന്നതിനോ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അംഗമായിരിക്കുന്നതിനോ നിയമപരമായി തടസ്സമില്ല. ഈ നീക്കത്തിലൂടെ വിവാദം താൽക്കാലികമായി തണുപ്പിക്കാനും പൊതുജനങ്ങളുടെ വിമർശനം കുറയ്ക്കാനും സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. രാഹുൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന കാര്യത്തിൽ നിയമപരമായ ചില അവ്യക്തതകളുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു നിയമസഭയുടെ കാലാവധി 1 വർഷത്തിൽ താഴെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല. പാലക്കാട് മണ്ഡലത്തിന്റെ കാലാവധി ഇനി 1 വർഷത്തിൽ താഴെയായതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല എന്നൊരു വാദമുണ്ട്. എന്നാൽ ഈ നിയമത്തിന് ചില അപവാദങ്ങളുമുണ്ട്. ഹരിയാനയിലെ കർണാൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയുടെ ഒരു വിധി ഇതിന് വിരുദ്ധമായിരുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ 1 വർഷത്തിൽ താഴെ കാലാവധി ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടെന്നാണ് ആ വിധിയിൽ വ്യക്തമാക്കിയത്. ഈ വിധി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് നടത്താനുള്ള കമ്മീഷന്റെ അധികാരത്തെ ചോദ്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്ന ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പാലക്കാടിന് പുറമെ CPI നേതാവ് വാഴൂർ സോമൻ അന്തരിച്ചതിനെ തുടർന്ന് പീരുമേട് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. പീരുമേട്ടിൽ LDF-നാണ് മുൻതൂക്കം. 2 മണ്ഡലങ്ങളിലും ഒരേ സമയം ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അതിൽ ഒന്നെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം രാഹുലിനെ MLA സ്ഥാനത്ത് നിന്നും രാജിവെപ്പിക്കുന്നത് ഒഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ കോൺഗ്രസ് നേതൃത്വം വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ നീക്കവും നടത്തുന്നത്. രാഹുലിനെതിരെ ശക്തമായ നടപടിയെടുക്കാതെയും അതേസമയം ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ വെല്ലുവിളികൾ ഒഴിവാക്കിയും മുന്നോട്ടു പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത്.